റെഡിയാണോ? മുഖ്യമന്ത്രി വളരെ രസകരമായ ഒരു കാര്യമാണ് ഇന്നലെ പറഞ്ഞിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് കലാപത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് നടന്ന മുഴുവൻ അക്രമങ്ങളുടെയും പൂർണ്ണമായ ഉത്തരവാദിത്വം മുഖ്യമന്ത്രി പിണറായി വിജയനുള്ളതാണ്. അദ്ദേഹമാണ് ഏത് കേസെടുത്താലും ഒന്നാം പ്രതിയാകേണ്ട ആൾ. കാരണം ആദ്യത്തെ അക്രമം ഉണ്ടാകുന്നത് കല്യാശ്ശേരിയിൽ കരുതൽ തടങ്കലിൽ യൂത്ത് കോൺഗ്രസുകാരെ എടുത്തു എന്നതിന്റെ പേരിൽ പ്രതിഷേധം പ്രകടിപ്പിക്കാൻ സമാധാനപരമായി കരിങ്കൊടി കാണിച്ച ആളുകളെ ഡിവൈഎഫ്ഐക്കാരെ ആക്രമിച്ചതാണ്. സിപിഎംകാർ, ക്രിമിനലുകൾ. പോലീസ് കേസെടുത്തത് ഇരുമ്പ് വടി കൊണ്ടും ഹെൽമറ്റ് കൊണ്ടും ചെടിച്ചട്ടി കൊണ്ടും വധിക്കണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി ക്രൂരമായി ആക്രമിച്ചു എന്ന് വധശ്രമത്തിന് പോലീസ് കേസെടുത്ത എഫ്ഐആർ എടുത്ത കേസിൽ പോലീസിന്റെ ചുമതലയുള്ള ആഭ്യന്തരമന്ത്രി പറഞ്ഞത് അത് ജീവൻ രക്ഷാ പ്രവർത്തനമായിരുന്നു, മാതൃകാ പ്രവർത്തനമായിരുന്നു, അതിനിയും തുടരണമെന്നാണ്. അതായത് പോലീസ് പറഞ്ഞ വധശ്രമം ഇനിയും തുടരണം എന്ന് പറഞ്ഞ് കലാപത്തിന് ആഹ്വാനം ചെയ്ത് കേസിൽ പ്രതിയാവേണ്ട ആളാണ് പിണറായി വിജയൻ. കേസെടുക്കാൻ പോലീസില്ലല്ലോ. മുഖ്യമന്ത്രിക്കും എതിരെ എങ്ങനെയാ കേസെടുക്കുന്നത്? ആഹ്വാനമാണ്. ആ നിലപാടാണ് അദ്ദേഹം ഇന്നലെ വരെ ആവർത്തിച്ചിട്ടുള്ളത്. അക്രമം നടത്തിയതിനെ എല്ലാത്തിനെയും അദ്ദേഹം ന്യായീകരിക്കുകയായിരുന്നു. മുഴുവൻ സമയത്ത് ന്യായീകരിക്കുകയായിരുന്നു. ഞങ്ങൾ ഒരു സമയത്ത് പോലും അക്രമം നടത്തണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല. ഞങ്ങൾ പറഞ്ഞത് എന്താ? ഒരു കടലാസ് പോലും ചുരുട്ടി എറിയരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഷൂവലിന്റെ സംഭവം വന്നപ്പോ വൈകാരികമായ പ്രതികരണമാണ്, അത് ഇനി ആവർത്തിക്കരുത് എന്ന് ഞങ്ങൾ അവർക്ക് നിർദ്ദേശം കൊടുത്തു. ഒരു തരത്തിലും അക്രമം ഉണ്ടാകരുത്. പക്ഷേ സമാധാനപരമായി കരിങ്കൊടി കാണിക്കാൻ പോലും കേരളത്തിൽ പറ്റില്ല. പോലീസിലെ ക്രിമിനലുകൾ, മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരായ ക്രിമിനലുകൾ, അതുകൂടാതെ അറിയപ്പെടുന്ന ഗുണ്ടകളെ ടെമ്പോ ട്രാവലിൽ കൊണ്ടുവരുന്നാണ് മുഖ്യമന്ത്രിക്ക് സംരക്ഷണം ഒരുക്കിയത്. ആലപ്പുഴയിലെ ആലപ്പുഴ SP കാപ്പ ചുമത്തണം എന്ന് പറഞ്ഞ് റെക്കമെൻഡ് ചെയ്ത ഒരു വലിയ ഗുണ്ടയാണ്. അയാളുടെ നേതൃത്വത്തിലാണ് അവിടെ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർക്ക് നേരെ ക്രൂരമായ അക്രമം അഴിച്ചുവിട്ടത്. അപ്പൊ എല്ലായിടത്തും കല്യാശ്ശേരി മുതൽ കൊല്ലം വരെ നടന്ന അക്രമം നിങ്ങൾക്കറിയാം. രണ്ട് കാലുകളും ഇല്ലാത്ത നിലത്തുകൂടി ഇങ്ങനെ ഇഴഞ്ഞു പോകുന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഭിന്നശേഷിക്കാരനായ അജിമോനെ വരെ ക്രൂരമായി മർദ്ദിച്ചു. ഞങ്ങളിത് എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. സഹി കെട്ടപ്പോഴാണ് ഞങ്ങൾ പറഞ്ഞത് അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞു. സഹി കെട്ടപ്പോ ക്ഷമയുടെ നെല്ലിപ്പലകം മുഴുവൻ കണ്ട് സഹി കെട്ടപ്പോഴാണ് പറഞ്ഞത്. കാരണം ഈ എല്ലാ ദിവസവും കുഞ്ഞുങ്ങൾ തല്ലുകൊണ്ട് ആശുപത്രി കിടക്കുകയാണ്, ക്രൂരമായി ആക്രമിക്കുകയാണ്. മഹാരാജാവ് എഴുന്നള്ളതുപോലെ എഴുന്നള്ളാണ് മുഖ്യമന്ത്രി. ഒരാള് കരിങ്കൊടി പോലും കാണിക്കാൻ പാടില്ല എന്ന് പറയാം. അതേ സമയത്ത് ഗവർണറെ കരിങ്കൊടി കാണിക്കാൻ മുഖ്യമന്ത്രി SFIക്കാരെ പറഞ്ഞു വിട്ടു. അവരെ പാല്, തേല്, ചക്കരെ എന്ന് പറഞ്ഞിട്ടാണ് പോലീസ് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയത്. കരയല്ലേ മോളെ എന്ന് പറഞ്ഞിട്ടാണ്. ഞങ്ങൾ ഒരു ഫീഡിംഗ് ബോട്ടിലൂടെ കൊടുക്കണ്ടായിരുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ സമരം നടത്തിയ SFI സംസ്ഥാന സെക്രട്ടറിക്ക്. അതുപോലെയാണ് പോലീസ് ചേർത്ത് കൊണ്ടുപോയത്. ഞങ്ങളുടെ കുട്ടികളോട് അതാണോ പോലീസ് ചെയ്തത്? ഇന്നും കോഴിക്കോട് KSU ജില്ലാ പ്രസിഡന്റ് ക്രൂരമായ മർദ്ദനമേറ്റ് സൂരജ് ആശുപത്രി കിടക്കുകയാണ്. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ടാണ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ CCTV ക്യാമറ ഇല്ലാത്ത സ്ഥലത്തേക്ക് വലിച്ചു കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചത്. ആശുപത്രി കിടക്കുകയാണ്. SFIക്കാരോട് ചെയ്ത സമീപനമാണോ KSUക്കാരോട് യൂത്ത് കോൺഗ്രസുകാരോടും ചെയ്യുന്നത്? വ്യാപകമായി അക്രമമാണ്, വ്യാപകം, കേരളം മുഴുവൻ. മുഖ്യമന്ത്രിക്ക് ഭീതിയുണ്ടോ എന്നാണ് ഞാൻ, മുഖ്യമന്ത്രി ഭീരുവാണെന്നാണ് ഞാൻ പറഞ്ഞത്. എന്തുകൊണ്ടാ? ഇത്രയും പോലീസുകാരുടെ അകമ്പടി, 150 വാഹനങ്ങളുടെ അകമ്പടി, കൂടാതെ ഗുണ്ടകളുടെ അകമ്പടി, അദ്ദേഹത്തിന് എസ്കോർട്ട് പോകുന്നവർ മാരകായുധങ്ങളുമായി മുമ്പിൽ സഞ്ചരിച്ച് റോഡിൽ നിൽക്കുന്നവരെല്ലാം വീശി അടിക്കുന്നു. കേരളത്തിലെ ഏതെങ്കിലും മുഖ്യമന്ത്രി ഇതുപോലെ യാത്ര ചെയ്തിട്ടുണ്ടോ? അതിന് മറുപടിയാണ് സുധാകരനോട് ചോദിക്കാൻ, KPCC പ്രസിഡന്റിനോട്. ഞങ്ങൾ സുധാകരനോട് നേരത്തെ ചോദിച്ചിട്ടുണ്ട്. സുധാകരൻ പറഞ്ഞ അദ്ദേഹം ഭീരുവാണെന്നാണ് പറഞ്ഞത്. ഭീരുവല്ലാത്ത ഒരാൾ ഇത്രമാത്രം പോലീസിന്റെ അകമ്പടിയിൽ ആര് പ്രശ്നം ഉണ്ടാക്കിയിട്ട? ഈ കുട്ടികൾ കരിങ്കൊടി കാണിക്കുന്നതുകൊണ്ടോ? ഏത് കുട്ടിയാണോ അദ്ദേഹത്തിന്റെ വാഹനത്തിന് മുമ്പിലേക്ക് ചാടി വീണത്?
വാഹനത്തിന് മുമ്പിലേക്ക് ചാടി വീണത് ഗവർണറുടെ വാഹനത്തിന് മുമ്പിലേക്ക് SFIക്കാര്. അവിടെ രക്ഷാപ്രവർത്തനം നടത്താൻ പോലീസ് പോയില്ലല്ലോ. ABVPക്കാര് വലിയിലിറങ്ങി അടിച്ചല്ലോ. അപ്പോ ഇവര് രക്ഷാപ്രവർത്തനം നടത്താൻ പോയില്ലല്ലോ. അപ്പോ KSUക്കാരെയും യൂത്ത് കോൺഗ്രസുകാരെയും അടിച്ചാൽ ആരും ചോദിക്കില്ല എന്നാണ് ധാരണയെങ്കിൽ ആ ധാരണ തെറ്റാണ്. ഈ അടിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കുക തന്നെ ചെയ്യും, ഒരു സംശയമില്ല. അത് ഞങ്ങളുടെ തീരുമാനമാണ്. പക്ഷെ അപ്പോഴും ഞങ്ങളൊരു കണ്ടീഷൻ പറഞ്ഞു, കല്യാശ്ശേരി മുതൽ കൊല്ലം വരെ പോലീസ് നിഷ്പക്ഷമായി ഈ കുട്ടികളെ ഉപദ്രവിച്ചതിനെതിരായി കൃത്യമായ കേസുകൾ എടുക്കണം. കേസുകൾ എടുത്തില്ലെങ്കിൽ നിയമം ഞങ്ങൾ കയ്യിലെടുക്കുമെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങൾക്ക് നിവർത്തിയില്ലാതെ ഞങ്ങൾ പറഞ്ഞതാണ്. അത്രമാത്രം കുട്ടികളാണ് ജയിലിൽ കിടക്കുന്നത്, കഴുതൽത്തടങ്കലിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്, ക്രൂരമായ മർദ്ദനമേറ്റ് ആശുപത്രി കിടക്കുന്നത്. ഇന്നലെ ഒരു SI അല്ലേ, പുരുഷ SI അല്ലേ ഒരു പെൺകുട്ടിയുടെ വസ്ത്രം വലിച്ചു കയറിയത് തിരുവനന്തപുരത്ത്. എന്നിട്ട് 6-7 പെൺകുട്ടികളെ ഒരു കടയിൽ തടുത്തു വച്ചിരിക്കുകയാണ്. വിരട്ടാണ് വരെ മോശമായി സംസാരിക്കുകയാണ് അവരോട്. അതറിഞ്ഞിട്ടാണ് ഞാൻ പോയി അവരെ ഇറക്കിക്കൊണ്ടുവന്നത്. എന്നിട്ട് പൊതുമുതൽ നശിപ്പിച്ചതിന് എനിക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് 1-ാം പ്രതിയായിട്ട്. എല്ലാവരുടെയും ദൃശ്യമാധ്യമങ്ങളുടെ മുന്നിലാണ് ഞാനത് ചെന്ന് ഇറക്കിക്കൊണ്ടുപോയത്. അതിന് ഞാൻ പൊതുമുതൽ നശിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് എനിക്കെതിരെ കേസെടുത്തിരിക്കുക. എന്നെ പേടിപ്പിക്കാന്ന് കരുതിയ പിണറായി വിജയൻ, കേരളത്തിലെ മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, പേടിപ്പിക്കാന്ന് കരുതിയ കേസെടുത്തു കഴിഞ്ഞാൽ ഞാൻ എന്റെ കുട്ടികളെ ജയിലിൽ പോകണമെങ്കിൽ ആ കുട്ടികളുടെ കൂടെ പോയാൽ ജയിലിൽ പോയി കിടക്കും. എനിക്ക് ഒരു വീഴ്ചയില്ല. എന്റെ കുട്ടികളെ ഇല്ലാത്ത കേസിൽ ജയിലിലാക്കിയാൽ അവരുടെ കൂടെ ഞാനും ഉണ്ടാവും, അവരുടെ കൂടെ ജയിലിൽ. അങ്ങനെയൊന്നും ഞങ്ങളെ ഭയപ്പെടുത്താൻ നോക്കണ്ട. ജയിലിലടച്ചും ഭീഷണിപ്പെടുത്തിയും മർദ്ദിച്ചും ഗുണ്ടകളെ ഇറക്കി വിട്ടും പോലീസിനെ കൊണ്ട് ക്രൂരമായി അടിപ്പിച്ചും ഒന്നും ഈ നാണക്കേടിൽ നിന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഈ നവകേരള സദസ്സ് CPM-നും LDF-നും നാണക്കേടായി മാറി. അതുകൊണ്ട് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഗവർണറും മുഖ്യമന്ത്രിയും കൂടി ഒരു നാടകം നടത്തിയത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഇതിന്റെ കംപ്ലീറ്റ് അറ്റൻഷൻ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. നിങ്ങളെ മാധ്യമപ്രവർത്തകർക്ക് അത് മനസ്സിലാകാറുണ്ട്, നിങ്ങൾ അതിന്റെ പുറകെ പോയി. അതൊക്കെ നാടകങ്ങളാണ്. സർക്കാർ പ്രതിസന്ധിയിലാവുമ്പോൾ മുഖ്യമന്ത്രിയും ഗവർണറും കൂടി നടത്തുന്ന നാടകമാണ്. അവർ തമ്മിൽ ഇപ്പൊ സെറ്റിൽ ചെയ്യും, ഒരു സംശയവും വേണ്ട. അപ്പോ കേരളം മുഴുവൻ, ട്രഷറി മുഴുവൻ അടച്ചുപൂട്ടി ക്ഷേമപ്രവർത്തനങ്ങൾക്ക് പണമില്ലാതെ, വികസന പ്രവർത്തനങ്ങൾ നടത്താൻ പണമില്ലാതെ കേരളം പരമദരിദ്രമായിക്കൊണ്ട് ഏറ്റവും വലിയ ദുരിതകാലത്തേക്ക് കൂപ്പുകുത്തുമ്പോഴാണ് മുഖ്യമന്ത്രിയും സംഘവും 44 ദിവസക്കാലം തിരുവനന്തപുരത്തെ ഭരണസിരാ കേന്ദ്രത്തിൽ നിന്ന് മാറി നിന്ന് ഈ ആർഭാട നാടകം, ഈ അശ്ലീല നാടകം നടത്തിയത്. ഇവരുടെ പൊയ്മുഖങ്ങൾ മുഴുവൻ അഴിഞ്ഞു വീണ് ഇവരാരാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യമായ, ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ് ഇവരെന്ന് ബോധ്യമായ കാര്യമായി നവകേരള സദസ്സ് മാറി. അത് തെറ്റാണ്. ഞാൻ ഇന്നലെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ്. വളരെ വ്യക്തമായി അത് ഞാൻ ആ സംഭവ സ്ഥലത്തുണ്ടല്ലോ. എനിക്കറിയില്ല. എനിക്കറിയില്ല, നിങ്ങൾ പറയും. ഏത് കാര്യത്തില് ഞാൻ നിരാശപ്പെടേണ്ടത്? ഈ ഗവൺമെന്റ് ഓരോ ദിനം പ്രതി ജനങ്ങളാൽ വെറുക്കപ്പെട്ട ഗവൺമെന്റായി മാറുന്നതിൽ എനിക്ക് നിരാശയില്ലല്ലോ വേണ്ടത്. മാത്രമല്ല, ഈ യാത്ര കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കേരളത്തിന്റെ മണ്ണിൽ കുഴിച്ചുമൂടാൻ വേണ്ടി നടത്തിയ യാത്രയാണ് എന്ന് ജനങ്ങൾ തെരുവിൽ നിന്ന് പറയുമ്പോൾ ഞാനെന്തിനാ നിരാശപ്പെടുന്നത്? കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷൻ കണ്ടില്ലേ? 6 സീറ്റാണ് ഞങ്ങൾ LDF-ൽ നിന്ന് പിടിച്ചെടുത്തത്, CPM-ൽ നിന്ന് പിടിച്ചെടുത്തത്. CPM 1 വിജയമാണ് ഞങ്ങൾ നേടിയത്. 2 ഉപതെരഞ്ഞെടുപ്പിലും ഞങ്ങൾക്ക് ആദ്യം PT തോമസിന്റെ അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ PT തോമസ് ജയിച്ചതിന്റെ ഇരട്ടി ഭൂരിപക്ഷത്തിൽ ഉമാ തോമസ് ജയിച്ചു. ഉമ്മൻചാണ്ടി ജയിച്ചതിന്റെ 4 ഇരട്ടി ഭൂരിപക്ഷത്തിൽ ചാണ്ടി ഉമ്മൻ ജയിച്ചു. കേരളത്തിൽ നടന്ന എല്ലാ ലോക്കൽ ബോഡി ഉപതെരഞ്ഞെടുപ്പിലും UDF-ന് കൃത്യമായ എഡ്ജുണ്ട്. ജനങ്ങൾ അങ്ങനെയല്ലേ പ്രതികരിക്കുന്നത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ. ഞങ്ങൾ എന്തിനാ നിരാശരാകുന്നത്? അല്ല, അതൊക്കെ ഓരോരുത്തരുടെ ഔചിത്യമാണ്. ഞാൻ എന്തായാലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്താണ് പറയാനുള്ളത്? എനിക്ക് വിജയൻ എന്ന് വിളിക്കാൻ അറിയാൻ പാടില്ലണ്ടല്ല. കാരണം ഞാൻ ആ സ്ഥാനത്തെ, ആ കസേരയെ ബഹുമാനിക്കുന്നു. ഇദ്ദേഹം ഇങ്ങനെയാണെങ്കിലും
പരിണതപ്രജ്ഞരായ ഒരുപാട് ആളുകൾ EM ശങ്കരൻ നമ്പൂതിരിപ്പാട് മുതൽ ഉമ്മൻചാണ്ടി വരെ ഇരുന്ന കസേരയാണ്. എനിക്ക് ആ കസേരയോടും ആ സ്ഥാനത്തോടും ബഹുമാനമുണ്ട്. അതുകൊണ്ട് ആ സ്ഥാനത്തിരിക്കുന്നവരെ ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്ന് വിളിക്കുള്ളൂ. അത് അദ്ദേഹത്തിന്റെ ഔചിത്യമാണ്. അദ്ദേഹം എന്നെ എങ്ങനെ വിളിക്കുന്നത് എനിക്ക് പ്രശ്നമല്ല. എന്റെ പേരല്ലേ വിളിച്ചത്, വേറെ മോശം പേരൊന്നും അല്ലല്ലോ വിളിച്ചത്. നാട്ടുകാരോട് പറയുന്ന വാക്കൊന്നും അല്ലല്ല എന്നോട് പറഞ്ഞത്. പാർട്ടിക്കാരോടൊക്കെ ചെന്ന് കഴിയുമ്പോൾ ദേഷ്യപ്പെടുമ്പോ പറയുന്ന വാക്കൊന്നും അല്ലല്ലോ എന്നോട് പറഞ്ഞത്. എന്റെ പേരല്ലേ വിളിച്ചത്, എനിക്കതിൽ പരാതിയില്ല. അല്ല, അത് പുള്ളി എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. ആരും കണ്ടിട്ടില്ല. അത് ആരും പുള്ളി ഒറ്റയ്ക്ക് വന്നപ്പോ ആരും തോക്കിയുണ്ടെന്ന് പറഞ്ഞു. ആരും കണ്ടിട്ടില്ല. ആരും കാണാത്തൊരു കഥയാണ്. അതിന് യാതൊരു തെളിവുമില്ല, ദൃക്സാക്ഷിയില്ല. എപ്പോഴും ഇത് പറയാറുണ്ട്. അല്ല, സുധാകരനോട് ഞങ്ങൾ നേരത്തെ തന്നെ സംസാരിച്ചിട്ടുണ്ട് ഈ കാര്യം. സുധാകരനൊക്കെ കൂടി അഭിപ്രായം കേട്ടിട്ടാണ് ഞങ്ങൾ അദ്ദേഹം എന്നുള്ള വ്യക്തി ഭീരുവാണെന്നുള്ള അല്ല പ്രശ്നം. കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു പരിപാടി നടത്തുമ്പോൾ 2000 അതേ ഇന്നലെ പറഞ്ഞല്ല, 2 വണ്ടി മുമ്പിലും 2 വണ്ടി പുറകിലും. അതാണോ പോലീസ്? അതാണോ പോലീസ് ഡിപ്ലോയ്മെന്റ്? നിങ്ങൾ കോഴിക്കോട് കൂടെയൊക്കെ അദ്ദേഹം വന്നിട്ട് പോയതല്ലേ? പോലീസ് ഡിപ്ലോയ്മെന്റ് എന്താണ്? 2200 പോലീസുകാരാണ് നവകേരള സദസ്സിൽ ഒരു ജില്ലയിൽ അകമ്പടി സേവിച്ചത്, പല സ്ഥലത്തായിട്ട് കൂടെ യാത്രയിൽ. പിന്നെ ക്രിമിനലുകൾ, പിന്നെ മുഖ്യമന്ത്രിയുടെ എസ്കോർട്ട് വാഹനത്തിൽ പോയവർ എങ്ങനെയാണ് ചെയ്തത്? മുഖ്യമന്ത്രിയുടെ വാഹനം പോയിട്ടും മുഖ്യമന്ത്രിയുടെ ഗൺമാന്റെ അടക്കമുള്ള വേറെ സംഘം സഞ്ചരിക്കുന്ന വാഹനം വന്നിട്ടില്ലെന്നല്ലേ? അത് കണ്ടില്ലല്ലോ പുള്ളി. കേരളം മുഴുവൻ, ലോകത്തുള്ള എല്ലാ മലയാളികളും കണ്ടു അദ്ദേഹത്തിന്റെ ഗൺമാൻ വന്ന് അടിക്കുന്നത്. അത് കാണാത്ത ലോകത്തിലെ ഏക മലയാളി കേരളത്തിലെ മുഖ്യമന്ത്രി മാത്രമാണ്. അദ്ദേഹത്തിന്റെ നാവ് റെഡിയായി എന്നറിയുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം മാസപ്പടി വിവാദം വന്നപ്പോൾ അദ്ദേഹം നാവ് ഉപ്പിലിട്ട് വെച്ചിരിക്കുകയാണ്. പൊതുമരാമത്ത് മന്ത്രി ഉപ്പിലിട്ട് വെച്ചിരിക്കുകയാണ്, മിണ്ടിയിട്ടില്ല മാസപ്പടി വിവാദത്തെ പറ്റി. അദ്ദേഹം കൂടി ഇൻവോൾവ് ആണല്ലോ മാസപ്പടി വിവാദത്തിൽ, മിണ്ടിയിട്ടില്ല. അപ്പൊ നാവ് ഉപ്പിലിട്ട് വെച്ചിരിക്കുകയാണ്. ഇന്നലെ പറഞ്ഞു എന്നോട് കണ്ണാടി നോക്കാൻ പറഞ്ഞു. ഞാൻ ലജ്ജ കൊണ്ട് തലകുനിക്കുന്നു. ഞാൻ എന്റെ ജീവിതത്തിൽ അപമാനകരമായി ചെയ്യേണ്ട ഒരു കാര്യം ചെയ്തിട്ടില്ലെന്നാണ് എന്റെ വിശ്വാസം. അഭിമാനത്തോടുകൂടി തലകുയർത്തി നിൽക്കാൻ പറ്റും. ഓരോരുത്തരുടെ ആത്മവിശ്വാസമല്ലേ. ബാക്കിയുള്ളവരാ വിലയിരുത്തേണ്ടത്. ഈ പൊതുമരാമത്ത് മന്ത്രി ഒന്ന് കണ്ണാടിയിൽ പോയി നോക്കിയാൽ എങ്ങനെയാണ് ഈ സ്ഥാനത്ത് എത്തിയത് എന്നുള്ളതിന്റെ പൂർവ്വകാല കഥകൾ മുഴുവൻ അറിയും. പണ്ടിവിടെ കോഴിക്കോട് മത്സരിച്ചപ്പോൾ MP വീരേന്ദ്രകുമാർ LDF ആയിരുന്നല്ലോ, MP വീരേന്ദ്രകുമാർ സാറ് പറഞ്ഞത് തൊട്ട് മാനേജ്മെന്റ് കോട്ടയിൽ മന്ത്രിയായത് വരെയുള്ള മുഴുവൻ കാര്യങ്ങളും ശരിക്കൊന്ന് കണ്ണാടി നോക്കി ആലോചിച്ചാൽ മതി. അപ്പൊ ആരാണ് നാണിച്ച് തലവാഴ്ത്തുന്നതെന്ന് അദ്ദേഹത്തിന് ബോധ്യമാവും. ഞാൻ ആ കഥയെന്നും പറഞ്ഞ് അദ്ദേഹത്തെ വലിയ ആളാകുന്നില്ല. ആ കഥയൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കഥകളാണ്. മനസ്സിലായില്ലേ? ഇപ്പോൾ ഉള്ള പ്രശ്നം എന്താ? മുഖ്യമന്ത്രിയെ വിമർശിച്ച ഈ ആള് മാത്രമേ ഉള്ളൂ പ്രതികരിക്കാൻ. ഈ ആൾക്ക് മാത്രം നോവുന്നുള്ളൂ, വേറെ ആർക്കും നോവുന്നില്ല. മനസ്സിലായല്ലോ? മുഖ്യമന്ത്രിയെ ഞാൻ ഭീരുവായ മുഖ്യമന്ത്രി എന്ന് വിളിച്ച, അത് എല്ലാ ഏകാധിപതികളെയും ലോക ചരിത്രത്തിൽ വിളിക്കപ്പെട്ടിട്ടുള്ള പേരാണ് ഭീരു എന്ന്. എല്ലാ ഏകാധിപതികളും, ലോകത്തിലെ എല്ലാ ഏകാധിപതികളും ഭീരുക്കളായിരുന്നു. പേടിയായിരുന്നു അവർക്ക്. ഇൻസെക്യൂരിറ്റിയാണ്. കാരണം അവർ ചെയ്യുന്ന വേണ്ടാത്തതാണ് അവരുടെ ജീവിതത്തിൽ ഇൻസെക്യൂരിറ്റി ഉണ്ടാക്കിയത്. ആ അർത്ഥത്തിലാണ് ഞാൻ ഭീരു എന്ന് വിളിച്ചത്. അപ്പൊ തെറിച്ചതാർക്കാ? പൊട്ടിത്തെറിച്ചത് മാനേജ്മെന്റ് കോട്ടയിലെ മന്ത്രിയായാൽ. അതൊക്കെ പല സ്ഥലത്ത് പല സമയമാണ്. ഇടയ്ക്ക് തെറ്റും, വീണ്ടും സന്ധി ചെയ്യും. ഞാൻ ചോദിക്കട്ടെ, ഈ ഗവർണറും മുഖ്യമന്ത്രിയും കൂടി ഒരുമിച്ച് നിന്നുകൊണ്ടല്ലേ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ റീ അപ്പോയിന്റ്മെന്റ് നടത്തിയത്? അന്ന് ഞങ്ങൾ പറഞ്ഞല്ലോ, തെറ്റായ കാര്യം ഗവൺമെന്റ് പറഞ്ഞു, നിയമവിരുദ്ധമായ കാര്യം ഗവർണർ ചെയ്തു. രണ്ടുപേരും തെറ്റുകാരാണ്. ഞങ്ങൾ എന്നാ ഗവർണറെ ഡിഫെൻഡ് ചെയ്തിട്ടുള്ളത്? ഗവർണറെ ഞങ്ങൾ ഏതെങ്കിലും കാലത്ത് പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ടോ? ഗവർണറെ ഏറ്റവും മോശമായിട്ട് സംസാരിക്കുന്നത് എനിക്കെതിരെയാണ്. ഞങ്ങൾ ഗവർണറെ മാറ്റാൻ വേണ്ടിയിട്ട് പ്രമേയം കൊണ്ടുവന്നപ്പോ ആരാ തടുത്തത് നിർത്തിയത്? ഈ പറയുന്ന പൊതുമരാമത്ത് മന്ത്രിയല്ലേ ഓണക്കോടിയായിട്ട് രാജ്ഭവനിൽ പോയി മുഖ്യമന്ത്രിക്ക് കൊടുത്തത് അല്ലേ? മധുരപലഹാരം രാജ്ഭവനിൽ നിന്ന് ക്ലിഫ് ഹൌസിലേക്ക് പോകുന്നു, ക്ലിഫ് ഹൌസിൽ നിന്ന് ഓണക്കോടിയുമായി മന്ത്രിമാരെത്തുന്നു. എന്തെല്ലാം നാടകങ്ങളാണ് കഴിഞ്ഞ കുറെ നാളുകളായി കണ്ടത്. CPM കൊടുത്തിട്ടുണ്ടല്ലോ ഒരു ലിസ്റ്റ്, മന്ത്രി കൊടുത്തല്ലോ. മന്ത്രിക്ക് എന്താ അധികാരം സെൻട്രലിലേക്ക് ലിസ്റ്റ് കൊടുക്കാൻ? അതിൽ ഈ കൈരളിയിലെ ആളുകളെയും ദേശാഭിമാനിലെ ആളുകളെയും വെച്ചിട്ടല്ലേ കൊടുത്തത്? സംഘപരിവാറുകാരെയും വെച്ചു കൊടുത്തു. അപ്പൊ ഗവർണർ ഇതിന്ന് എടുത്തു, അതിന്ന് എടുത്തു. ഞങ്ങൾ ഇത് രണ്ടും തെറ്റാണെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ഒരാളുടെയും പേര് കൊടുത്തിട്ടില്ല.
ഞങ്ങൾ ഒരാളുടെയും പേര് ആരെങ്കിലും പറയട്ടെ. ഞങ്ങള് വിദ്യാഭ്യാസ മന്ത്രി കൊടുത്ത ആ ലിസ്റ്റ് ഞങ്ങൾ ഹാജരാക്കാം. കൊടുത്ത പേര് അല്ല, കൊടുത്ത പേരും ലെറ്റർ ഹെഡിലും. ഞങ്ങളാരും കോൺഗ്രസ് പാർട്ടി ഒരാളുടെ പേര് ഗവർണർക്ക് കൊടുത്തില്ല. ഞങ്ങൾ ഗവർണറുടെ അടുത്ത് പോയില്ല ഇത് പറയാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ പോവില്ല. ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് ഒരാളും വന്നിട്ടില്ല. പിന്നെന്തിനാ ഞങ്ങള് വന്ന ആളുകളുടെ ആരോഗ്യം പറഞ്ഞ എന്തിനാ? താങ്കൾക്ക് തന്നെത്താൻ തോന്നിയൊരു കാര്യം തന്നെത്താൻ തന്നെ മറുപടിയും പറഞ്ഞാൽ മതി. സ്വയം ഒരു ചോദ്യം ചോദിച്ചിട്ട് ഞാൻ മറുപടി വേറെ എന്തെങ്കിലും ഉണ്ടോ? ഉറപ്പാണല്ലോ. നിയന്ത്രിക്കാൻ പറ്റാത്ത തരത്തിലേക്ക്. കാരണം മാഫിയ സംഘങ്ങളാണ് അഴിഞ്ഞാടുന്നത്, ലഹരി മരുന്ന് സംഘങ്ങൾ. ഈ മുഖ്യമന്ത്രിയുടെ എസ്കോർട്ട് പോയ സംഘങ്ങൾ മുഴുവൻ ലഹരി മരുന്ന് മാഫിയായിരുന്നു. പല സ്ഥലത്തും അറിയപ്പെടുന്ന ഗുണ്ടകളും. അവർക്കൊക്കെ പൊളിറ്റിക്കൽ പാട്രണേജ് കൊടുക്കാണ് CPM DYFI. അതാണ് ഇതിന് മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ വേണ്ടി വരുന്നത്. ഞങ്ങൾ പേരെടുത്ത് കാണിച്ചു തരാം. വന്ന ആളുകളെ പേരെടുത്ത്. അറിയപ്പെടുന്ന ഗുണ്ടകൾ, ക്രിമിനലുകൾ മുഖ്യമന്ത്രിയുടെ കൂടെ യാത്ര ചെയ്ത്. അപ്പൊ അതൊന്നും വേണ്ട. ഞങ്ങളെ ഭയപ്പെടുത്താനും വരണ്ട, ഞങ്ങളെ ഭീഷണിപ്പെടുത്താനും വരണ്ട. പോലീസിനെ അഴിച്ചുവിട്ട് ഞങ്ങളുടെ കുട്ടികളെ അടിച്ചമർത്തി ഗുണ്ടകളെ വിട്ട് ക്രൂരമായി മർദ്ദിച്ച് കേരളത്തിൽ കോൺഗ്രസും UDF ഒന്നും ഇല്ലാതാക്കാം. യൂത്ത് കോൺഗ്രസും KSU ഒന്നും ഇല്ലാതാക്കാന്ന് വിചാരിക്കേണ്ട. തെറ്റിദ്ധാരണയാണ്. ഞങ്ങൾ അവരുടെ കൂടെ നിൽക്കും. ഞങ്ങളുടെ കുട്ടികളെ ക്രൂരമായി മർദ്ദിച്ചാൽ ഇവരുടെ ഇരകളാക്കാൻ ഞങ്ങൾ അവരെ വിട്ടുകൊടുക്കില്ല. ഞങ്ങൾ അവരെ ചേർത്ത് പിടിക്കും. ഞങ്ങൾ അവരുടെ കൂടെ നിൽക്കും, അവരെ സംരക്ഷിക്കും. ഒരു സംശയ കാര്യത്തിൽ വേണ്ട. അല്ല, അവര് ഒരുമിച്ചല്ല. സുരേന്ദ്രൻ എന്നെ കുറിച്ച് നല്ലത് പറഞ്ഞില്ലല്ലോ. നല്ലത് പറഞ്ഞാലല്ലേ ഞാൻ ഭയപ്പെടേണ്ട ആവശ്യമുള്ളൂ. സുരേന്ദ്രന്റെ പ്രശ്നം എന്താ? അവർക്കൊരു റെലവൻസ് ഇല്ല കേരളത്തിൽ. LDF UDF തമ്മിൽ രാഷ്ട്രീയമായി ഏറ്റുമുട്ടുന്നു. ഈ നവകേരള സദസ്സിനെതിരായിട്ട് ഒരു പരിപാടി BJP നടത്തിയ BJPയുടെ പിന്തുണയോടുകൂടിയാണ് ഈ നവകേരള സദസ്സ് നടക്കുന്നത്. അവരെല്ലാ കേസ് സെറ്റിൽ ചെയ്ത് ധാരണയിലാക്കി. SNC ലാവലും കേസ് 38ാമത്തെ പ്രാവശ്യം മാറ്റിവെച്ചേക്കാണ്. ഒരു കേസും ആരും അന്വേഷിക്കാൻ പറ്റുന്നില്ലല്ലോ. ഇവിടെ കേരളത്തിൽ ഒരു കേസും ആരും അന്വേഷിക്കാൻ പറ്റുന്നില്ലല്ലോ. ഒരു കേസിൽ അവർ തമ്മിൽ ധാരണയാണ്. സുരേന്ദ്രന്റെ കേസ്, സുരേന്ദ്രൻ കള്ളപ്പണ കേസിൽ, കൊലപ്പണ കേസിൽ അകത്തുകൊണ്ട ആളാണ്. സുരേന്ദ്രനെ മുഖ്യമന്ത്രി പിണറായി വിജയനെ സഹായിച്ചത്. അപ്പൊ ഇനി ഞാനും മുഖ്യമന്ത്രി തമ്മിൽ ഏറ്റുമുട്ടുന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ കൂടെയല്ലേ സുരേന്ദ്രൻ നിൽക്കാൻ പറ്റുള്ളൂ. എന്റെ കൂടെ നിൽക്കാൻ വേണ്ട. എനിക്ക് അത്തരം പിന്തുണ വേണ്ട. വർഗീയവാദികളുടെ, ഫാസിസ്റ്റുകളുടെ ഒരു പിന്തുണ ഞങ്ങൾക്ക് വേണ്ട. എനിക്ക് മാത്രമല്ല, ഞങ്ങൾക്ക് ആർക്കും വേണ്ട. അദ്ദേഹത്തിന് എങ്ങനെ നിൽക്കാൻ പറ്റുള്ളൂ? അദ്ദേഹത്തെ സഹായിച്ച ആളല്ലേ. ഇല്ല, ജയിലിൽ കിടക്കേണ്ട ആളാണ്. ഇപ്പോഴും ജയിലിൽ കിടക്കേണ്ട ആളാണ്. കൊലപ്പണ കേസിൽ മുഖ്യമന്ത്രി സഹായിച്ചു കൊടുത്തല്ലേ. അല്ലല്ല, അത് അദ്ദേഹം തിരുത്തിയല്ലോ. മുഖ്യമന്ത്രി അല്ല, KPCC പ്രസിഡന്റ് അല്ലല്ല, KPCC പ്രസിഡന്റ് അത് എന്താ ഉദ്ദേശിച്ചതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അത് തിരുത്തി പറഞ്ഞല്ലോ. അദ്ദേഹം പറഞ്ഞു നല്ല ആളുകളെ എല്ലാവരും വെക്കണം. ഏത് പാർട്ടിയിലാണെങ്കിലും കാര്യമില്ല. ഇപ്പൊ വെച്ചിരിക്കുന്നത് അത് പറഞ്ഞപ്പോ അങ്ങനെ ആയതാണ്. അദ്ദേഹം ക്ലാരിറ്റി കൊടുത്തല്ലോ. ഇപ്പൊ ഞാൻ പറഞ്ഞത് തന്നെയാണ് അദ്ദേഹം തിരുത്തി പറഞ്ഞത്. ഏത് പാർട്ടിയാണെന്നല്ല നോക്കേണ്ടത്, ഓരോ സ്ഥാനത്തിലും അർഹരായ ആളുകളെ വെക്കണം. അല്ലെങ്കിൽ പാർട്ടിക്കാർ കൊടുക്കുന്ന ലിസ്റ്റ് അല്ല വെക്കേണ്ടത് എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അപ്പൊ ആദ്യം പറഞ്ഞപ്പോ അത് ക്ലിയർ ആയില്ല. തീർച്ചയായിട്ടും താങ്കൾ എന്നോട് പറഞ്ഞതുപോലെ ഒരു അവ്യക്തത വന്നു. അപ്പൊ KPCC പ്രസിഡന്റ് വ്യക്തത വരുത്തിയ തിരുത്തി പറഞ്ഞു. അല്ല, അത് അദ്ദേഹം സംസാരിച്ചപ്പോ ഒന്ന് ഓരോരുത്തരുടെ സംസാര രീതിയല്ലേ. അദ്ദേഹം അത് മനസ്സിലായപ്പോൾ അവ്യക്തത വന്നു, തെറ്റായി അതിനെ വ്യാഖ്യാനിച്ചു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം തിരുത്തി. അപ്പൊ എനിക്കും തെറ്റുപറ്റാൻ പാടില്ല, നമുക്കൊക്കെ തെറ്റുപറ്റാൻ പാടില്ല. തെറ്റുപറ്റി നമ്മൾ തിരുത്തും. അല്ലല്ല, അതൊന്നും അങ്ങനെയല്ലല്ലോ. ഇത് അങ്ങനെയല്ലല്ലോ കൈകാര്യം ചെയ്ത്. ഓരോ സ്ഥാനത്തേക്കും അർഹതയുള്ള ആളുകളല്ലേ നമുക്ക് കൊണ്ടുവരേണ്ടത്. അത് വരട്ടെ. അത് വരുമ്പോ നമുക്ക് നോക്കാം. ഞങ്ങൾ ആരുമില്ല. ഞങ്ങൾ പറഞ്ഞിട്ട് വന്നിരിക്കുന്ന ഒറ്റ അംഗം പോലുമില്ല. ഞങ്ങൾ പറഞ്ഞിട്ട് വന്നിരിക്കുന്ന, കോൺഗ്രസ് പറഞ്ഞിട്ട് വന്നിരിക്കുന്ന ഒറ്റ അംഗം പോലും ഒരാളുമില്ല. ഞങ്ങൾ പറയില്ല. ഞങ്ങൾ ഈ ഗവർണറോട് പോയി സെനറ്റിലെ ആളെ വെക്കണം, ഞങ്ങൾ ഈ നക്കാപ്പിച്ച മേടിക്കാൻ ഞങ്ങൾ പോകത്തില്ല. അല്ലല്ല, അവരെല്ലാം ഉണ്ട്. അവരെ യൂത്ത് ലീഗിന്റെ മാർച്ച് നടന്നുകൊണ്ടിരിക്കുകയല്ലേ. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലും UDFന്റെ വിചാരണ സദസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്.
മുഴുവൻ ലീഗ് നേതാക്കന്മാരും മുഴുവൻ UDF നേതാക്കന്മാരും കേരളത്തിന്റെ വിവിധ ജില്ലകളിലാണ് എല്ലാ ദിവസവും. ഇപ്പൊ ഇന്ന് കോഴിക്കോട് 2 പരിപാടിയുണ്ട്, ബാലുശ്ശേരിയിലും പേരാമ്പ്രയിലും. അങ്ങനെ കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും വിചാരണ സദസ്സ് എന്താ, നവകേരള സദസ്സ് എന്താണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തി പബ്ലിക് ട്രയൽ ഞങ്ങൾ നടത്തുവാണ് ഈ സർക്കാരിനെതിരായിട്ട്. പബ്ലിക് ട്രയൽ ജനങ്ങളുടെ കോടതിയിൽ ഞങ്ങൾ വിചാരണ ചെയ്യാണ്. അതൊരു സമരപരിപാടി തന്നെയാണ്. അതാണ് UDF ഔദ്യോഗികമായി പ്രഖ്യാപിച്ച പരിപാടി. അതാണ് ആ UDF ഔദ്യോഗികമായി പ്രഖ്യാപിച്ച പരിപാടിയുടെ ഭാഗമായി എല്ലാ UDF ഘടകകക്ഷികളും ആ പരിപാടി അതാണ് ഞങ്ങളുടെ പ്രോഗ്രാം, ഒഫീഷ്യൽ പ്രോഗ്രാം. യൂത്ത് കോൺഗ്രസ് അവരെ തല്ലിയതുകൊണ്ടല്ലേ, KSUകാർ അവരെ തല്ലിയതുകൊണ്ടല്ലേ ഈ സമരം. അതൊന്നും അറിയത്തില്ല. എല്ലാ പാർട്ടിയിലും എത്ര CPM-കാര് കോൺഗ്രസ് ചേരുന്നു, എത്ര CPM-കാര് CPI പോയി ചേരുന്നു. നിങ്ങൾ ആ പത്തനംതിട്ടയിൽ പോയി ചേട്ടനൊന്ന് അന്വേഷിക്കുക. അവിടെ കൂട്ടയടിയാണ്. CPI നേതാക്കന്മാർ വിളിച്ചു വന്ന് പിണറായി വിജയനെ വരെ, മുഖ്യമന്ത്രിയെ വരെ വെല്ലുവിളിക്കുകയാണ്. കംപ്ലീറ്റ് ആളുടെ വെല്ലുവിളിക്കുക. മുഴുവൻ CPM നേതാക്കൾ പാർട്ടി വിട്ടിട്ട് ആളുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. CPM വിട്ടിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ CPI-യിലേക്കാണ് ചേർന്നത്. കോൺഗ്രസിലേക്ക് ഇഷ്ടം പോലെ വരുന്നുണ്ട്. എന്റെ നിയോജകമണ്ഡലത്തിൽ വരുന്നുണ്ട് CPM-കാർ ഇഷ്ടം പോലെ. ആരൊക്കെ അതിനേക്കാളും വലിയ നേതാക്കന്മാർ CPM വിട്ടുപോയെന്നേ, അതുകൂടി അന്വേഷിക്കുക. പാർട്ടി വിട്ട് കേരളത്തിൽ വേറെ പാർട്ടിയിലേക്ക് പോകണ ലോക്കൽ ഏരിയയിലൊക്കെ അതൊക്കെ വലിയ വാർത്തയാണ്.